എൻ്റെ പേര് റഫീഖ്, നേരത്തെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇർഷാദ് ഇത് തുടക്കം കുറിച്ച സമയത്ത് തന്നെ ഇവിടെ ഇതിൽ ചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ചെറുള്ളൂർ നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ടാൾ പറഞ്ഞെങ്കിലും ഇതിൻ്റെ ഗൗരവം എനിക്ക് അന്ന് എത്ര മനസ്സിലായിട്ടില്ല എന്ന് മാത്രമല്ല, രാവിലെ എഴുന്നേറ്റ് അത്രയും ദൂരം പോകാനുള്ള ഒരു മടി കൊണ്ടാണ് പോയത്. പക്ഷെ ഇവിടെ വന്നത് മുതൽ ഒന്ന് രണ്ട് ദിവസം ലീവായി എന്നല്ലാണ്ട് ബാക്കി ദിവസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഞാനൊക്കെ ആദ്യം മുതലേ സ്പോർട്സ് ആയിട്ട് ഒന്നും ഒരു ബന്ധമില്ലാത്ത ആളാണ്. സ്പോർട്സ് അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും പോകാത്ത ആളായതുകൊണ്ട് തന്നെ തുടക്കത്തിലേക്ക് ചെറിയ പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു വന്നപ്പോൾ. എന്നാലും എനിക്ക് വളരെ സന്തോഷം. രാവിലെ നല്ലൊരു ഉന്മേഷവും ഉഷാറും ശരീരത്തിൽ വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ വരുമ്പോൾ ഉണ്ടാവുക നമ്മളെ ഈ കൂട്ടായ്മ വലിയൊരു സംഭവം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുവിധ ആളുകളൊക്കെ ഇവിടെ വന്ന് രാവിലെ നമ്മൾ ഈ ഇത് എക്സസൈസ് കഴിഞ്ഞ് പോയാൽ നമുക്ക് ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും നമുക്കറിയാം മുഖത്തിന് ശരിക്കൊരു പ്രസരിപ്പ് തന്നെ വന്നിട്ടുണ്ട്. പല ആളുകളും നേരിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മറ്റുള്ള ആളുകളെയും നമ്മൾ ഇതിലേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഇതിൽ പങ്കാളികളാക്കാൻ, നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും പലരും പല തെറ്റിദ്ധാരണകളുണ്ട്, അതൊക്കെ മാറ്റിയെടുത്ത് ഇത് തികച്ചും സൗജന്യമാണെന്നും ഓരോരുത്തർക്കും ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള നല്ലൊരു മാർഗമാണ് ഇതെന്നും ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇതിലേക്ക് വരും. മറ്റുള്ളവർക്ക് ഇത് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ഓരോരുത്തരും നടത്തണം. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൂടുതലും നമ്മളെ ആളുകളെക്കാട്ടി കൂടുതൽ ഇത് ഉപയോഗപ്പെടുത്തേണ്ടത് ഞാൻ മനസ്സിലാക്കുന്ന സ്ത്രീകളാണ്. ഒരു നിരക്കും പുറത്ത് വല്ലാണ്ട് പോകാൻ കഴിയാത്തും, അതുപോലെ പഴയകാലത്തെ ഉമ്മമാരെ പോലെ ഹാർഡ് വർക്ക് എടുക്കാൻ കഴിയാത്തവരാണ് കൂടുതലും. അതുകൊണ്ട് അവരും കൂടി ഇതിൽ ഉൾപ്പെടുത്തി അവർക്ക് കൂടി ഇത് എത്തിക്കാനുള്ള ശ്രമം, അവർക്ക് പരമാവധി സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാനുള്ള ഇത് ചെയ്യണം. കാരണം ഞാൻ ഇവിടെ വന്ന് രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ വൈഫിനെയും കൂട്ടി ഇവിടെ എല്ലാ ദിവസവും വൈഫിനെയും കൂട്ടാറുണ്ട്. അത് ഉണ്ടാകുന്ന മാറ്റങ്ങളും ഞാൻ ശരിക്കും അനുഭവിക്കുന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത്രയും പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.